കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ചത് നമ്മളുടെ കമ്പനിയിൽ എന്തുകൊണ്ട് നമുക്കൊരു സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ കമ്പനിയിൽ ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജികൾ നമുക്ക് കൊണ്ടുവരാം, എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാം പോലുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മളുടെ കമ്പനിയിൽ ഒരു മിഷൻ സെറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്സ്, കീ വാല്യൂസ് ഒക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ നമ്മളുടെ കമ്പനിയിൽ ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. എങ്ങനെ നമ്മളുടെ കമ്പനിയിൽ സ്വാട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. അതിൽ നമുക്ക് എങ്ങനെ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോമ്പറ്റീഷനിൽ നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ട രീതി. ഇപ്പൊ ഒരു പ്രൈസ് വാർ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് സെറ്റ് ചെയ്യേണ്ടത്. റെഡ് ഓഷൻ, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജീസ്, പിന്നെ നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വലിയൊരു കൺസെപ്റ്റ് ആണ്. അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ സ്ട്രാറ്റജികളൊക്കെ നമ്മളുടെ പേപ്പറിലാക്കി നമ്മൾ എഴുതി നമ്മൾ പ്ലാൻ ചെയ്തു. ഇനി ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ സ്ട്രാറ്റജികൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഔട്ട്കം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അതിന് ഈ സ്ട്രാറ്റജികളുടെ വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അപ്പം ഈ ഔട്ട്കം നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും പറയും ഈ ഔട്ട്കം മെഷർ ചെയ്യാന്നുള്ളത് നമ്മളുടെ അക്കൗണ്ടിൽ വരുമല്ലോ. ഓഫ് കോഴ്സ് അത് നമ്മളുടെ അക്കൗണ്ട് ബുക്കിൽ വരും. പക്ഷെ സ്റ്റിൽ ഈ അക്കൗണ്ട് ബുക്ക് എന്ന് പറയുന്ന കാര്യം നമ്മളുടെ കമ്പനിയിൽ നടക്കുന്ന പാസ്റ്റ് കാര്യങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തിന്റെ അക്കൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ മാസത്തിന്റെ അക്കൗണ്ട് ആണ്. വരാൻ പോകുന്ന ഒരു മാസത്തിന്റെ അക്കൗണ്ട് അല്ല, അല്ലെ വരാൻ പോകുന്ന സെയിൽസിന്റെ ഒരു പ്രൊജക്ഷൻ അല്ല. അപ്പം ആ ഒരു മേഖലയിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, അപ്പം നമ്മളുടെ കണക്കുകൾ എങ്ങനെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് കണക്കുകളാക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡെക്സുകൾ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KPIs. അപ്പൊ ഈ KPI എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ വലിയ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 100,000-ഓളം KPIകൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ ബിസിനസിന്റെ എല്ലാ പോർഷനിലും. അതിൽ തന്നെ നമുക്ക് ഒരു ബിസിനസിന്റെ പെർഫോമൻസ്, അതായത് ക്യാഷ് ഫ്ലോ അളക്കുന്ന KPIs ഉണ്ടാവും, സെയിൽസിന്റെ ഡിഫറെന്റ് ഏരിയാസിൽ ചെയ്യുന്ന KPIs ഉണ്ടാവും, മാർക്കറ്റിംഗിന്റെ KPI ഉണ്ടാവും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിന്റെ KPIs ഉണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയി റീറ്റൻഷന്റെ KPIs ഉണ്ടാവും. അതുപോലെ ഡിഫറെന്റ് KPI വാല്യൂസ് ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള KPI വാല്യൂസ് മാത്രമായിരിക്കും. അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇന്ന് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നാളെ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കീ പെർഫോമൻസ് ഇൻഡെക്സുകളായിരിക്കും. ഓക്കെ. അപ്പം KPIകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കാലിക്കറ്റ് നിന്ന് ട്രിവാൻഡ്രം വരെ ഒരു കാർ ഓടിച്ചു പോവാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കാറും പെട്രോളും തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ട്രിവാൻഡ്രം മുതൽ കോഴിക്കോട് വരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഇതേ കാറിന്റെ ഡാഷ്ബോർഡിൽ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് തരുന്നതെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവിടെ എന്തൊക്കെ കാണാൻ പറ്റില്ല, ഫ്യൂവൽ എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ സ്പീഡ് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല, എഞ്ചിൻ മെയിൻ്റനൻസ് വല്ലതും വണ്ടിയിൽ വന്നിട്ടുണ്ടോ പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇതേപോലെയാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഓടുന്ന പോലെയാണ് നമ്മളൊരു ബിസിനസ്സിന് നമ്മൾ ഒരു KPIയും നോക്കാതെ നമ്മളുടേതായിട്ടുള്ള മനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ച് ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. ഓക്കെ. ഞാൻ സ്ലൈഡ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാറിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാറിന്റെ ഫ്യൂവൽ ഗേജ് നമുക്ക് വേണം. എത്ര പെട്രോൾ ഉണ്ട് ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്യൂവൽ ഗേജ്. അപ്പൊ ആ ഫ്യൂവൽ ഗേജ് പോലെ തന്നെയാണ് ക്യാഷ് ഫ്ലോ.
ഒരു ബിസിനസ്സിൽ നമുക്ക് സെയിൽസ് നടക്കുന്നുണ്ട്, കണ്ടമാനം സെയിൽസ് നടക്കുന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റും ബുക്കിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകൾ ബാങ്ക്രപ്റ്റ് ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് പൈസ തീർന്ന് കംപ്ലീറ്റ്ലി പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നോക്കുമ്പോൾ സെയിൽസ് നടക്കുന്നുണ്ട്, ബിസിനസ്സിന് ലാഭം വരുന്നുണ്ട്, പക്ഷെ ക്യാഷ് മാത്രം വരുന്നില്ല, ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പം ഒരു ബിസിനസിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ക്യാഷ് ആണ്. അപ്പൊ KPI നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ഒരു മെഷർമെന്റ് ഉണ്ടാവും. അതായത് എത്ര ദിവസം വരെ വർക്ക് ചെയ്യാനുള്ള ക്യാഷ് നമ്മളുടെ കയ്യിലുണ്ട്, അത് എത്ര ദിവസം വരെ വർക്ക് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഏത് രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലൊക്കെയാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ്, ഒരു ഫോർകാസ്റ്റ് നമുക്ക് KPIs, ക്യാഷിന്റെ KPIs പഠിക്കുന്ന വഴി നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് സ്പീഡോമീറ്റർ. ഏറ്റവും വേണ്ട കാര്യമാണ് സ്പീഡോമീറ്റർ. ഏത് സ്പീഡിലാണ് വണ്ടി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റണം. അപ്പൊ അതിന് തന്നെ നമ്മളുടെ സെയിൽസ്, റവന്യൂ, അതിന്റെയൊക്കെ പേസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന KPIs ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളുടെ കമ്പനിയിൽ വരുന്ന ഓപ്പറേഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ വാക്കിൻസ്, കസ്റ്റമർ റീറ്റൻഷൻ, ഇതൊക്കെ നമുക്ക് നമ്മളുടെ KPIയിൽ മെഷർ ചെയ്യാൻ പറ്റും, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ കോട്ട് കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഈസ് വാനിറ്റി, പ്രോഫിറ്റ് ഈസ് സാനിറ്റി, ബട്ട് ക്യാഷ് ഈസ് ദ കിങ്. വരുമാനം വെറും അലങ്കാരമാണ്, ലാഭമാണ് യാഥാർത്ഥ്യം, എന്നാൽ പണമാണ് രാജാവ്. അതായത് നമുക്ക് വരുന്ന വരുമാനം, സെയിൽസിൽ നിന്ന് നമുക്ക് നമ്മളുടെ ബുക്കിൽ വരുന്ന വരുമാനം എന്നുള്ള കണക്ക്, അത് വെറും അലങ്കാരമാണ്. നമുക്ക് ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെറും അലങ്കാരമാണ്. എന്നാൽ പക്ഷെ പണമാണ്, നമുക്ക് ലാഭം ഉണ്ടെങ്കിലും പണമാണ് രാജാവ്, പണമാണ് എല്ലാത്തിനും നമുക്ക് വേണ്ടത്, നമ്മളുടെ കൂടെ വേണ്ടത് എന്നാണ് ആ കോഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് മെട്രിക്സുകൾ, രണ്ട് ടൈപ്പ് കണക്കുകൾ നമ്മളുടെ ബിസിനസ്സിൽ വരും. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാനിറ്റി മെട്രിക്സും വരും, സാനിറ്റി മെട്രിക്സും വരും. ഓക്കെ, അപ്പം വാനിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ നമുക്ക് ഭയങ്കര നല്ലതാണെന്ന് തോന്നും, പക്ഷെ അത് നമുക്ക് യാതൊരുവിധ റിസൾട്ടും തരില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാസത്തെ സെയിൽസ് റവന്യൂ, എന്റെ ഈ മാസത്തെ സെയിൽസ് റവന്യൂ 1 കോടി രൂപയാണ്. അത് ഭയങ്കര നന്നായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതുകൊണ്ട് നമ്മളുടെ കമ്പനിയിൽ ഒരു മെച്ചം ഉണ്ടാവില്ല. കാരണം സെയിൽസ് റവന്യൂ അല്ല നമുക്ക് വേണ്ടത്, പ്രോഫിറ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 10,000 പേര് നമ്മളുടെ കമ്പനിയുടെ പ്രൊഫൈല് ഫോളോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു മെച്ചം ഉണ്ടാവില്ല. നമുക്ക് അതിൽ നിന്നുള്ള കൺവേർഷൻ ആണ് വേണ്ടത്. പിന്നെ നമ്മളുടെ വെബ്സൈറ്റ് ക്ലിക്സ്, നമ്മളുടെ വെബ്സൈറ്റിൽ 10, 10,000, 20,000 പേര് ഒരുമിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ വരില്ല, അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം, അല്ലെ കൺവേർഷന്റെ കണക്കെടുക്കണം. അപ്പൊ അതും ഒരു വാനിറ്റി മെട്രിക് ആണ്. അത് നമുക്ക് കാണാൻ രസം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് നമ്മളുടെ കമ്പനിക്കോ നമുക്കോ വലിയ മെച്ചം ഉണ്ടാവില്ല. അതുപോലെ നമ്മളുടെ കമ്പനിയിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം, ഫുട്ഫോൾ, നമുക്ക് വേണ്ടത് നമ്മളുടെ ഷോറൂമിൽ കയറുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിനുള്ളിലേക്ക് വരുന്ന ഫുട്ഫോളിന്റെ എണ്ണം അല്ല നമുക്ക് വേണ്ടത്, കസ്റ്റമർ റീറ്റൻഷൻ അല്ലെ കസ്റ്റമറിന്റെ പർച്ചേസിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഫുട്ഫോളും എന്താണ്, നമ്മളുടെ കമ്പനിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്, പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം സാനിറ്റി മെട്രിക്സിലേക്ക് വരികയാണെങ്കിൽ ആ മെട്രിക്സ് കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവും. നമുക്ക് അത് ആ മെട്രിക്സ് നോക്കി, ആ കണക്കുകൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടേതായിട്ടുള്ള ഡിസിഷൻസ് കമ്പനിയിൽ കൊണ്ടുവരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം 5 ഓർഡർ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നു.
അത് നമുക്കൊരു സാനിറ്റി മെട്രിക്സ് ആക്കാം. കാരണം നാളെയോ മറ്റന്നാളോ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ 5 ഓർഡേഴ്സ് ഫോർകാസ്റ്റ് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്താൽ മതി. നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് അതൊരു സാനിറ്റി മെട്രിക്സ് ആണ്. കൺവേർഷൻ റേറ്റ്, എത്ര കസ്റ്റമേഴ്സ് നമ്മളുടെ ഷോറൂമിലേക്ക് വരുന്നുണ്ട്, എത്ര പേരെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺവേർഷൻ റേറ്റ്, അത് നമ്മളുടെ ഒരു സാനിറ്റി മെട്രിക്സ് ആണ്. അതുപോലെ കസ്റ്റമർ റീറ്റൻഷൻ, എത്ര നാള് എത്ര പർച്ചേസസിന് കസ്റ്റമറെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ കൂടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു സാനിറ്റി മെട്രിക്സ് ആണ്. സോ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ബിസിനസ്സിൽ വരുന്ന ഒരു വാനിറ്റി മെട്രിക്സ് അല്ല, സാനിറ്റി മെട്രിക്സ് ആണ്. വാനിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് കാണുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതാണ് എന്ന് തോന്നും. ഇപ്പൊ 10,000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, 20,000 ലൈക്സ്, ഇതൊക്കെ കാണാൻ നമുക്ക് നല്ലൊരു രസമാണ്. പക്ഷെ യാതൊരുവിധ ഡിസിഷൻസോ അല്ലെങ്കിൽ യാതൊരുവിധ പ്രയോജനമോ നമ്മളുടെ ബിസിനസ്സിൽ ഈ കണക്കുകൾ കൊണ്ടൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ അത് സാനിറ്റി മെട്രിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കണക്കുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഡിസിഷൻസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി കമ്മിങ് ഡേയ്സിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും, ഇതിനൊരു ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം സാനിറ്റി മെട്രിക്സിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് മെട്രിക്സുകൾ ഉണ്ടാവും. അതിൽ ക്യാഷിന്റെ മെട്രിക്സ് ഉണ്ടാവും, നമ്മളുടെ എംപ്ലോയീസിന്റെ ഡിഫറെന്റ് മെട്രിക്സ് ഉണ്ടാവും, നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ഡിഫറെന്റ് മെട്രിക്സ് ഉണ്ടാവും, നമ്മളുടെ കോസ്റ്റിന്റെ ഡിഫറെന്റ് മെട്രിക്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ കമ്പനി ഒരു പ്രോപ്പർ വർക്കിങ്ങിലാണോ പോകുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറയുന്ന എല്ലാ സാനിറ്ററി മെട്രിക്സും എന്ത് ചെയ്യരുത്, നമ്മളുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാനിറ്ററി മെട്രിക്സ് മാത്രം എന്ത് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ട്സ് ഉപയോഗിച്ച് എടുത്ത് വെക്കുക. അതിന്റെ ഒരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എല്ലാ ദിവസവും. അതുവഴി നമുക്ക് നമ്മളുടെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമ്മളുടെ കോസ്റ്റ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഓപ്പറേഷൻ എത്രത്തോളം എഫിഷ്യന്റ് ആണ്, നമ്മളുടെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മളുടെ കമ്പനിയിലെ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നമ്മളുടെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഓരോ മെട്രിക്സും എന്തൊക്കെയാണ്, ഓരോ മെട്രിക്സും നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഓരോ മെട്രിക്സും വെച്ച് നമുക്ക് എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത് പോലുള്ള കാര്യങ്ങളാണ് ഇനി വരുന്ന ഡേയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? 2-3 സ്ലൈഡ് വളരെ ഷോർട്ട്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഇത് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഫുള്ള് നമ്മളെ കാൽക്കുലേഷൻ ആണ്, കണക്ക് കൂട്ടുന്നതാണ്. അപ്പം അത് വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. സോ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടോ ഈ സാനിറ്റി KPI ട്രെയിനിങ്ങില് ഉണ്ടോ? ഇല്ല സാർ, ഓക്കെ ക്ലിയർ ആണ്. അഥവാ അക്കൗണ്ടബിലിറ്റി ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് പുതിയതായിട്ടുള്ള വേർഷൻസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് തന്നെ പുതുതായിട്ടുള്ള കണക്കുകള് വാങ്ങലും വെക്കലും മാത്രത്തിൽ ഒതുക്കിയിട്ട് അതിന്റെ പ്രോസസ് നോക്കിയാൽ പോരാ. മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കണം, ഈ മെട്രിക്സിൽ ഈ കണക്കുകൾ ഉപയോഗിക്കണം. അത് തന്നെ സാറേ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ. ഇതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നാളെ മുതലാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ മെട്രിക്സിലേക്ക്, ഓരോരോ ഡിഫറെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക്സിലേക്ക് നമ്മൾ പോകും കേട്ടോ. സോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷേ സാറേ വേറെ എന്തെങ്കിലും? വളരെ ചെറിയൊരു ഷോർട്ട് ട്രെയിനിങ്. ഓക്കെ, ഇല്ല. അപ്പൊ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചെറിയൊരു
ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ നാളെ മുതൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നോക്കുക. പറ്റുമെങ്കിൽ നമുക്ക് ഒരു 2-3 മാസത്തേക്ക് കണക്ക് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മളുടെ കമ്പനിയുടെ ബിസിനസിന്റെ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഒരു 3 മാസത്തിന്റെ കണക്കെടുത്ത് വെക്കുക. അപ്പൊ അത് നോക്കി 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 നമുക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു എവരി വൺ, താങ്ക് യു വെരി മച്ച്.